സിയാറത്ത് വേളയിൽ അങ്ങനെ നമ്മൾ സിയാറത്തിന് വേണ്ടി അവിടെ പോയി നിൽക്കുമ്പോ ഖുർആനിൽ നിന്ന് വല്ലതും ഓതൽ പ്രത്യേകമായ വല്ല പുണ്യവുമുണ്ടോ? ചില ആളുകൾ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹയും ഖുൽ ഹുവല്ലയും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും നാസും ഒക്കെ 3 തവണ ഓതും. ചിലർ കുറച്ചുകൂടി ദൈർഘ്യമുണ്ട്, സമയമുണ്ടെന്ന് തോന്നുന്നവർ അൽ ഫാത്തിഹ വിളിച്ച് പിന്നെ യാസീനും ഇഖ്ലാസും മുഅവ്വിദതൈനും ഒക്കെ ഓതും. ഇതിനെന്തെങ്കിലും പ്രമാണമുണ്ടോ? ഒരിക്കലുമില്ല. അല്ലാഹുവിന്റെ റസൂല് ഒരിക്കലും എത്രയോ ഖബറുകൾ, എത്രയോ തവണ ബഖീ അടക്കമുള്ള ഖബർസ്ഥാനിൽ അല്ലാഹുവിന്റെ റസൂല് സിയാറത്തിന് പോയിട്ടുണ്ട്. അവിടുന്ന് ഫാത്തിഹ ഓതിയതായോ സൂറത്തുകൾ ഓതിയതായോ യാസീൻ ഓതിയതായോ യാതൊരു പ്രമാണങ്ങളും ഇല്ല. എന്തുകൊണ്ട് നബി തങ്ങൾക്ക് ഓതിക്കൂടാ? സാഹചര്യം എന്ന് പറയുന്ന ന്യായമാണെങ്കിൽ ആ ന്യായം അന്നുമില്ലേ? ഖുർആൻ ഓതിയാൽ അതിന്റെ ബർക്കത്ത് അവർക്ക് കിട്ടൂലേ? അതൊക്കെ നബി തങ്ങൾക്ക് അറിഞ്ഞൂടെ? സഹാബത്തിന് അറിഞ്ഞൂടെ? എന്നിട്ടും എന്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് മഖ്ബറകളിൽ പോയി അൽ ഫാത്തിഹ വിളിച്ചില്ല, യാസീൻ ഓതിയില്ല, അതുപോലെ തന്നെയുള്ള സൂറത്തുകൾ ഓതിയില്ല? അതിന് പ്രമാണം അല്ലാഹുവിന്റെ റസൂൽ അത് ചെയ്ത് കാണിച്ചു തന്നിട്ടില്ലാത്തത് കൊണ്ടാണ് നമ്മൾ അത് സുന്നത്തിലില്ലാത്തതാണെന്ന് പറയുന്നത്. അത് ചെയ്യാൻ മുസ്തഫാന്റെ തടസ്സമാണുള്ളത്. എന്നിട്ടും അവിടെ നിർവഹിച്ചിട്ടില്ലെങ്കിൽ നബി തങ്ങൾ ചെയ്ത കാര്യങ്ങൾ ചെയ്യൽ സുന്നത്തുള്ളതുപോലെ അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാതെ ഒഴിവാക്കിയത് ഒഴിവാക്കലും നമുക്ക് സുന്നത്താണ്. അതാണ് നബിചര്യയെ പിന്തുടരുന്ന വിശ്വാസികൾ പാലിക്കേണ്ടുന്ന അദബ് എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് ഇതിലൊക്കെ പുണ്യകരമായിരുന്നു, അതൊക്കെ നല്ല കാര്യമായിരുന്നുവെങ്കിൽ അവരല്ലേ അത് ചെയ്യേണ്ടിയിരുന്നത്? അവരൊക്കെയല്ലേ അത് ചെയ്ത് മാതൃക കാണിച്ചു തരേണ്ടിയിരുന്നത്? സർവ നന്മകളും ലോകത്തിന് പഠിപ്പിച്ചു തന്ന മുത്ത മുസ്തഫ ഈ ഒരു നന്മ മറന്നു പോവില്ലല്ലോ, അത് പഠിപ്പിക്കാതെ പോവില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടുന്ന് പഠിപ്പിച്ച രീതിയിൽ മാത്രം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കുക.